ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഒരു ഈസ്റ്റർ കൂടി കടന്നുപോയി. ഈസ്റ്ററും പെസഹായും ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് ദൈവം വാഗ്ദത്ത ജനത്തെ കാനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. പാസ് ഓവർ, കടത്തിക്കൊണ്ടുപോകൽ. പെസഹ എന്ന് പറഞ്ഞാൽ പാസ് ഓവർ എന്നാണ് അർത്ഥം. ആ പാസ് ഓവറിൽ നിന്നാണ് പെസഹ എന്ന പദം തന്നെ ഉത്ഭവിക്കുന്നത്. പക്ഷേ അതേ വാഗ്ദത്ത ജനം ഇസ്രായേൽ ഇപ്പൊ എന്താ ചെയ്യുന്നത്? തങ്ങളുടെ അയൽ രാജ്യമായ പാലസ്തീനെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു. എന്ന് പറഞ്ഞാൽ സീസ് ഫയർ അല്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിച്ചതിന് ശേഷം മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് പാലസ്തീന് നൽകുന്ന സഹായം, വെള്ളവും മരുന്നും ഉൾപ്പെടെ അവർക്ക് നൽകുന്നതിനെ തടയുന്നു. എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു എന്നാണ് അർത്ഥം. ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഏത് മനുഷ്യന്റെയും മൗലികാവകാശമാണ്. അതാർക്കും തടയാനാവുകയില്ല. പാലസ്തീനിലേക്കുള്ള എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്യുക, അവർക്കുള്ള സഹായം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അവരെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്നാണ് അർത്ഥം. ഇത് തടയാൻ അന്തർദേശീയ സമൂഹത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. പരിഷ്കൃത സമൂഹത്തിന്, ഏതൊരു സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട്. ഇന്ത്യ പോലും പറഞ്ഞത് ഞങ്ങൾ ഇസ്രായേലിനൊപ്പമാണ് എന്നാണ്. ശരിയാണ്, ഇസ്രായേൽ സൗദരാഷ്ട്രമാണ്. പക്ഷെ ഇന്ത്യ പറയേണ്ടിയിരുന്നു ഇസ്രായേൽ സൗദരാഷ്ട്രമാണ് എങ്കിൽ പോലും പലസ്തീനിലെ നിരപരാധികളെ കൊന്നൊടുക്കരുത് എന്ന്. ഇന്ത്യ പറഞ്ഞില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യ ഒരു പരിഷ്കൃത സമൂഹമാണോ? അല്ല. ഇന്ത്യയിൽ നടക്കുന്നില്ല ഇത്തരം സംഭവങ്ങൾ. ഇന്ത്യ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഗുജറാത്ത് കലാപം തെറ്റായിരുന്നുവെന്ന്? ഇല്ല. ഇപ്പോഴും ന്യായീകരിക്കുകയാണ് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി. ഗുജറാത്തിൽ മാത്രമല്ല, എവിടെയെല്ലാം ന്യൂനപക്ഷ പീഡനങ്ങള് എന്തെല്ലാം സംഭവിക്കുന്നു, ആരും അതിനെ തെറ്റായി കാണുന്നില്ല. ഇന്നലെ ഈസ്റ്റർ ദിനത്തില് ബജ്റംഗ് ദള് വടക്കേ ഇന്ത്യയില് പല പള്ളികളിലേക്ക് ഇരച്ചു കയറി അവിടെയുള്ള ഹിന്ദുക്കളെ അടിച്ചു പുറത്താക്കി. ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഗാസയിൽ സംഭവിക്കുന്ന സംഭവങ്ങളുടെ മറ്റൊരു പതിപ്പാണിത് ഞാൻ പറയും. അല്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് ഇന്ത്യക്ക് എങ്ങനെ പറയാനാവും ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റാണ് എന്ന്? ഇത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അമേരിക്ക എന്ന വൻശക്തി കൂടെ ഉള്ളതിനാൽ ഇസ്രായേലിന് എന്ത് ചെയ്യാനാവും? ആരും ചോദിക്കുവാനില്ല. ഇതൊക്കെ ആരോട് പറയാൻ? ഒരു കാര്യവുമില്ല. താങ്ക് യു.